വ്യാഴമാറ്റം എല്ലാവരും വളരെ സന്തോഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ വ്യാഴമാറ്റം. ഈ 2025 മെയ് മുതൽ വ്യാഴമാറ്റം വരുന്നുണ്ട്. മാഡം, വ്യാഴമാറ്റം എങ്ങനെയാണ് ഓരോ രാശിക്കാരെ ബാധിക്കുന്നത്? വ്യാഴമാറ്റം എല്ലാവരും വളരെ സന്തോഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ വ്യാഴമാറ്റം. ഈ 2025 മെയ് മുതൽ വ്യാഴമാറ്റം വരുന്നുണ്ട്. മാഡം, വ്യാഴമാറ്റം എങ്ങനെയാണ് ഓരോ രാശിക്കാരെ ബാധിക്കുക? അനുകൂലമായി നിൽക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായി നിൽക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ്? അവർക്ക് എന്തൊക്കെ നമുക്ക് പരിഹാരങ്ങൾ എടുക്കാം, ഒന്ന് പറയാമോ? പറയാം. നമസ്കാരം. വ്യാഴം മെയ് 14 ഇപ്പം നിൽക്കുന്നത് ശുക്രന് ക്ഷേത്രമല്ല. ശുക്രന് ക്ഷേത്രം ശത്രുക്ഷേത്രമാണെങ്കിലും ശുക്രൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ വ്യാഴം എവിടെ നിന്നാലും അനുഗ്രഹിക്കും. ഇനിയിപ്പോൾ അത് മിഥുനൻ രാശിയിലേക്ക് മാറാം. മിഥുനൻ രാശി വ്യാഴത്തിൻ്റെ സുഹൃത്താണ്. ബുധൻ അവിടേക്ക് മാറുകയാണ്. അപ്പോൾ അത് ഒന്നും കൂടി അനുകൂലമായിരിക്കും. ഈ മിഥുനൻ രാശിയിലാണ് വ്യാഴം വരുമ്പോൾ മേടൻ രാശിയാണ് സ്റ്റാർട്ടിങ്. അശ്വതി ഭരണി. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3-ൽ വ്യാഴം. അവർക്ക് 7 ശനി വരാൻ പോണു, 3-ൽ വ്യാഴം വരാൻ പോണു. ആകെ പെട്ട് കിടക്കായിരിക്കും. ഒരു കൊല്ലത്തേക്ക് ഉണ്ടാവും അത്. വ്യാഴം ഒരു കൊല്ലത്തേക്കാണ്, ശനി കൂടുതലുണ്ട്. അപ്പം ഈ വ്യാഴം വരുമ്പോൾ 3-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ മുറവിളി കൂട്ടെന്ന് പറയും. ചെയ്യാത്ത തെറ്റുകൾ വരിക, നമുക്ക് ആരോഗ്യസ്ഥിതി മോശമായി വരിക, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പറഞ്ഞ മാതിരി പങ്ക്ച്വലും ആവില്ല. നമ്മൾ വയ്യ, എണീക്കാൻ പറ്റില്ല, മടി. ഇപ്പം അങ്ങനെ വ്യാഴം മാറുമ്പോൾ നമുക്ക് വിളക്കെത്തിക്കാനോ നാമം ചെല്ലാനോ അമ്പലത്തിൽ പോകാനോ തോന്നൂല, മടിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആണ് വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വ്യാഴാഴ്ച തോറും ഒരു 7 മണിക്ക് മുമ്പ് വ്യാഴ ഹോര എന്ന് പറയും. ഓരോ ദിവസവും ഹോര സ്റ്റാർട്ട് ചെയ്യണത് ആ ദിവസത്തെയാണ്. ഇപ്പം ഞായറാഴ്ച രാവിലെ ഉദയം തുടങ്ങി 1 മണിക്കൂർ രവിഹോര, തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രഹോര, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വഹോര, ബുധനാഴ്ചയാണെങ്കിൽ കുജഹോര, ബുധനാഴ്ചയാണെങ്കിൽ ബുധഹോര, വ്യാഴാഴ്ചയാണ് വ്യാഴഹോര, വെള്ളിയാഴ്ചയാണ് ശുക്രഹോര, ശനിയാഴ്ചയാണെങ്കിൽ ശനിഹോര. അങ്ങനെ ഓരോ ഹോരകളുണ്ടാവും. അപ്പോൾ ഈ വ്യാഴാഴ്ച ഉദയം എപ്പോഴാണെന്ന് വെച്ചിട്ട് അതൊരു കണക്കാക്കണ്ട. ഒരു 7 മണിക്ക് മുമ്പായിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ അമ്പലത്തിൽ പോയി ഓം നമോ നാരായണായ ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുക. സാമ്പത്തികം അനുസരിച്ച് തൃക്കൈവെണ്ണ കഴിക്കാം, വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കാം, പുരുഷ സൂക്തം, അതെന്താ നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും പോയി തൊഴുക. തൊഴുത് ഒരു നാണയമൊക്കെ ഭണ്ഡാരത്തിൽ തൊഴുതാൻ തന്നെ 4 പ്രദക്ഷിണം വെച്ച് തൊഴണം. വിഷ്ണുവിന് 4 പ്രദക്ഷിണം വെച്ച് തൊഴുതാൽ തന്നെ നമ്മുടെ ഈ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയോ അതൊക്കെ മാറും. പിന്നെ പക്കപ്പിറന്നാൾ തോറും കൃഷ്ണന് എന്തെങ്കിലും വഴിപാട് കഴിക്കാം. പാൽപ്പായസം കഴിക്കാനുള്ള പാൽപ്പായസം കഴിക്കുക, അല്ലെങ്കിൽ തുളസിമാല, നമ്മുടെ യഥാശക്തി വഴിപാടാണ് പറയുവാനും. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യാഴദോഷവും അവർക്ക് വരില്ല. അതായത് ഈ മേടൻ രാശിക്കാർക്ക്, അശ്വതി ഭരണി കാർത്തിക ആദിക്കാർക്ക് വരില്ല. ഈ ഇടവൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-ലെ വ്യാഴം നല്ലതാണ്. അവർക്ക് ധനസ്ഥാനത്തേക്ക് വ്യാഴം വന്നു. അവർക്ക് ധനം, അവിചാരിതമായ ധനം വരിക, ബുദ്ധിമുട്ടുകൾ മാറും. 11 ശനി, 2-ൽ വ്യാഴം വളരെ നല്ല കാലമാണ് ഇടവൻ രാശിക്കാർക്ക്. ഇതൊക്കെ പാടെ അനുകൂലമായിട്ട് വരുമ്പോൾ അതിനൊന്നും കൂടി പോഷിപ്പിക്കും. ദശാകാല ചിത്രങ്ങളൊക്കെ ചിന്തിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ ദശാകാലം മോശമാണെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ വിഷ്ണുവിനോ പിന്നെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമത്തിന് ഭയങ്കര പവറാണ്. 1000 നക്ഷത്രനാമങ്ങളോടുള്ളതാണ്. ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതൊന്നും പറ്റില്ല. ഓം നമോ നാരായണായി 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ അത്രയും പവറാണ് അതിന്. ഈ 2 നാമങ്ങൾ ചെല്ലിയാൽ തന്നെ അവരുടെ കാര്യത്തിന് സമാധാനമാണ്. പിന്നെ തുളസി ഉണ്ടെങ്കിൽ തുളസി ആരാധിക്കുക, തുളസിക്ക് ജലം സമർപ്പിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിയിട്ട് തപസ്സുക, തുളസി പ്രദർശനമിക്കുക. ഇതൊക്കെ ഒരു വ്യാഴക്കേട് അവർക്ക് വരില്ല, ഒരിക്കലും വരില്ല. അത്രയും കാര്യങ്ങൾ ശക്തിയായിട്ട് ചെയ്താൽ മതി. ഇപ്പം എണീക്കാനൊക്കെ മടിയല്ലല്ലോ അവർക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ കിടന്നാൽ നേരത്തെ എഴുന്നേൽക്കാം. ആ ഒരു ചിന്ത പണ്ടുണ്ടായത്, ഇപ്പം ഇല്ല. ഒരു 9:30 കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റാൽ മതി. വെളുപ്പിനൊന്നും എണീക്കണ്ട. 5 മണിക്ക് എണീറ്റ് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭാഗ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഓക്കെ ആയിരിക്കും. സമയം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു നോക്കാൻ വന്നതാണ്. അപ്പോൾ അവർ എണീക്കണേ 7:30 പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ എണീക്കരുത്, രാവിലെ എണീക്കണം, 5 മണിക്ക് എണീക്കണം. ഞാൻ ചെയ്യുന്ന കാര്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഇന്നിപ്പോൾ വന്നിട്ട് പറയും, വളരെ പോസിറ്റീവാണ് എൻ്റെ വീട്, വളരെ ഹാപ്പിയാണ് എനിക്ക്. കാരണം സമയം ഒരുപാടുണ്ടെന്ന് ഇപ്പോൾ പകല്. അങ്ങനെ നേരത്തെ എണീറ്റാൽ സമയം ഉണ്ടാവുമല്ലോ. രാത്രി എല്ലാവരും 9 മണിയാകുമ്പോൾ കിടക്കും. അപ്പോൾ രാത്രി ഉറക്കം സുഖമായി, മൊബൈലൊക്കെ മാറ്റി വെച്ച് എല്ലാവരും കിടന്നു തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചിട്ടയ്ക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറും. പിന്നെ നമുക്ക് ധനമൊക്കെ തന്നെ വരും എന്ന് പറഞ്ഞാൽ വെറുതെ വരില്ല. ഇപ്പം നമുക്ക് ജോലി ചെയ്യാനും ജോലിയിൽ ഉത്സാഹം വരുമ്പോൾ നമുക്ക് പ്രമോഷനും
ഇൻക്രിമെന്റ് കിട്ടും. ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് സന്തോഷം. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആളുകളുടെ ആരും കയറില്ല, ഇല്ല. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിലേ കയറുള്ളൂ. ഇപ്പൊ ജ്യോതിഷന്റെ ഹാപ്പി ആയിട്ടിരിക്കും, നമ്മളീ കരഞ്ഞു പിടിഞ്ഞിരിക്കുന്ന ആരും കയറുമോ? അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് നമ്മൾ സ്വയം ഉണ്ടാക്കണതാണ്, അല്ലാണ്ട് വേറെ വാങ്ങിക്കാൻ അതെ കൊണ്ടുതരില്ല. വ്യാഴോ ശനിയോ ആരെങ്കിലും മാറിക്കോട്ടെ, നമ്മൾ നമ്മുടെ കൃത്യത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അനുകൂലം. ഇനി മിഥുന രാശിക്കാർക്ക് ജന്മത്തിലാണ് വ്യാഴം, നല്ലതാണ് അവർക്ക് വ്യാഴം നല്ലതാണ്. കർമ്മത്തിൽ പ്രശ്നമുണ്ട്, 10 ശനി വന്നേക്കുക. എങ്കിലും ഈ പറഞ്ഞ ചിട്ടകൾക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ രാശികളുടെ നേരത്തെ പറഞ്ഞു ആരൊക്കെയുള്ളതെന്നൊക്കെ. അപ്പം മിഥുന രാശിക്കാരെ സംബന്ധിച്ചും വളരെ നല്ലതായിരിക്കും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് എന്താണ് വരുന്നത്? 11 വ്യാഴം. നല്ലതല്ലേ 11 വ്യാഴം? കർക്കിടകൻ രാശിക്കാർക്ക് ഇപ്പൊ കഷ്ടപ്പാടാ. കാരണം എന്താന്ന് വെച്ചാൽ ജന്മത്തിൽ നിൽക്കാണ്, ചൊവ്വ നീചത്തിൽ ചൊവ്വ നിൽക്കാണ്. അവർക്ക് ആകെ ബുദ്ധിമുട്ടുകളും മനപ്രയാസമൊക്കെ ഉള്ള സമയമാണ്. ആ സമയത്താണ് വ്യാഴം 11 വരുന്നത്. വ്യാഴം 11 വന്നാൽ വളരെ നല്ലതാണ്, ബഹുകരമായിരിക്കും. ഇനി ചിങ്ങൻ രാശിക്കാരെ 10ലാണ് വ്യാഴം. 10ൽ വ്യാഴം അത്ര സുഖമൊന്നുമല്ല. കർമ്മത്തിന് കണ്ടക വ്യാഴം എന്നാ പറയാ. കർമ്മത്തിൽ നമ്മൾ ഉത്സാഹിച്ച് പ്രയത്നിച്ചില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുക, നാമം ചെല്ലുക. ഒന്നുമില്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ചൊല്ലിക്കൊണ്ട് നടന്നാലും മതി. അവർക്കൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാവും ചിങ്ങൻ രാശിക്കാർക്ക്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 9ലാണ് വരുന്നത്, നല്ലതാണ്. അപ്പോൾ കന്നിരാശിക്കാർക്ക് 10ൽ വ്യാഴം. അപ്പോൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കണം. അവിടെ ഔദ്യോഗികമായിട്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയതിൻ്റെ കാലഘട്ടമാണ് ഇത്. ചാലീശ്വരം നോക്കുന്നതും സംഭവിക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാവർക്കും പറ്റുന്നില്ല, ദശാകാലങ്ങൾക്ക് അനുസരിച്ചുമാണ് വരുന്നത്. ഇനി ധനുരാശിക്കാർക്ക് ഇപ്പൊ മോശമായിരുന്നു വ്യാഴം, ഇപ്പൊ നല്ലതിലേക്ക് വന്നേക്കാം വ്യാഴം. അവർക്ക് 7ലാണ് വ്യാഴം, നല്ലതാ. 7ൽ ശനി തൊഴില്ല, പക്ഷെ 7ൽ വ്യാഴം നല്ലതാ. എന്ത് കാര്യത്തിന് ഇറങ്ങാൻ നടക്കും, അവരെ ശുഭമായ കാര്യങ്ങളൊക്കെ നടക്കും. വളരെ നല്ല കാലം ധനുരാശിക്കാർക്ക്. പൂരാടം, ഉത്രാടം, മൂലം, പൂരാടം, ഉത്രാടം, ആദിത്യവാദം. ഇനി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടത്തര. ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 6ലാണ് വ്യാഴം. 6ൽ വ്യാഴം ദുരിതങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ശത്രു കൂടും, പൈസ കൊടുത്തവർ കൊടുക്കില്ല, പൈസ കൊടുക്കാത്തവർ കൊടുത്തു എന്ന് പറയും. അങ്ങനെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവരും വ്യാഴപ്രീതി അനിവാര്യമായിരിക്കണം. വ്യാഴപ്രീതിയുടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രം കൊണ്ട് കാര്യമില്ല. അവർക്ക് വ്യാഴം മോശമായി പോയില്ലേ. ശരിയാണ്. അപ്പോൾ ആ തിരുവോണം കൃഷ്ണൻ്റെ കാര്യമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ രാശികൾ മാറുമ്പോൾ ബുദ്ധിമുട്ട് വരുമല്ലോ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല കാലമാണ്. കാരണം അവർക്ക് 5ൽ വ്യാഴം വരിക. 5ൽ വ്യാഴം നല്ലതാണ്. 5 ശനി ഉള്ളില്ല, പക്ഷെ 5ൽ വ്യാഴം നല്ലതാണ്. മക്കളൊക്കെ മക്കളുടെ പ്രശസ്തി, മക്കൾക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ലൊരു സമയമാണ്. മീനൻ രാശിക്കാർക്ക് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ഒരു ശനിയുടെ കഷ്ടപ്പാടുണ്ട്, 7ര ശനിയുണ്ട്. എന്നാലും ഇപ്പോൾ വ്യാഴം അനുകൂലമായി വന്ന കാരണം അവർക്ക് വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വീട് വയ്ക്കാനും, വീട്ടിൽ സമാധാനം ഉണ്ടാവാനും, പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനും, ആഭരണങ്ങൾ വാങ്ങിക്കാനൊക്കെ നല്ലൊരു സമയമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം വ്യാഴം. ഈ വ്യാഴത്തിന്റെ മാറ്റം എന്ന് പറയുമ്പം സാധാരണപ്പെട്ട രീതിയിൽ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ജീവിതം മാറുകയാണ് എന്ന സംഭവമാണ്. ഇപ്പോൾ മേഡം പറഞ്ഞതനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ രാശിക്കാർക്കും നല്ല കാലങ്ങൾ തന്നെയാണ്. വളരെ ചുരുക്കം രാശിക്കാർ മാത്രം കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുത്താൽ മാറുന്നതേ ഉള്ളൂ. അതിൽ മേഡം പറഞ്ഞതില് വിഷ്ണു സഹസ്രനാമം ഏറ്റവും പവർഫുള്ളായ സഹസ്രനാമങ്ങളിൽ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. അത് എല്ലാവർക്കും അത്യാവശ്യം ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സംസ്കൃതം കുറച്ചൊന്ന് നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ, അത് വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. 90% ക്ലിയർ ആവും. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണുവിന്റെ അമ്പലങ്ങളിൽ പോവുക, പറ്റുമെങ്കിൽ ഗുരുവായൂർ പോവുക. സോ എല്ലാവർക്കും ഗുരുവായൂർ നല്ലതാണ്. അതെ, മാസത്തിൽ ഒരു ദിവസം ഗുരുവായൂർ പോവുകയാണെങ്കിൽ വ്യാഴത്തിന്റെ ഒരു അഭാവം വളരെ വലുതാണ്. ഒരു പ്രഭാവലയം നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരു കവചം ഉണ്ടാവും. എല്ലാവർക്കും വ്യാഴമാറ്റം നല്ലത് മാത്രം വരുത്തിട്ടെ. 2025 വ്യാഴമാറ്റം പൊതുവെ എക്കോണമി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. അതെ, ഇന്ത്യൻ എക്കോണമിയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് വ്യാഴത്തിന്റെ മാറ്റം എന്ന് പലരും പറയുന്നുണ്ട്. സോ ക്ഷേത്രത്തിലേക്ക് വരിക. അതെ. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് വളരെ വലിയ മാറ്റങ്ങൾ വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.